ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നീ ഒത്തിരി ഭയപ്പാടുകളുടെ നടുക്കാണെങ്കിൽ യൗസേപ്പ് പിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇറ്റ്സ് ഹിം, ഇറ്റ്സ് ജീസസ്, ഡോണ്ട് ഫിയർ. നിന്റെ സഹനമുഖത്ത്, നിന്റെ ആ കണ്ണീരിൻ്റെ നേരത്ത് കർത്താവ് കൂടെയുണ്ട്. നമുക്കൊരു സംശയം വരും, എന്താണ് ഈ ധൈര്യം? ആക്ച്വലി വാട്ട് ഈസ് കറേജ്? എന്താണ് ഈ ധൈര്യം? തിന്മയെ, സഹനത്തെ നീ ഭയക്കുന്നതിന് മുകളിൽ നന്മയെ ആഗ്രഹിക്കുന്നതിൻ്റെ, ആ നന്മയെ പുൽകുന്നതിൻ്റെ പേരാണ് തൻ്റെ ധൈര്യം. അങ്ങനെ ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടത്. യൗസേപ്പ് ധീരനായിരുന്നു എന്ന് പറയാൻ ഇഷ്ടംപോലെ കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ധീരനായതുകൊണ്ടല്ലേ യൗസേപ്പ് ഈജിപ്തിലേക്ക് പോയത്. നമ്മൾ സുവിശേഷം വായിച്ചു പോകുമ്പോൾ ഇങ്ങനെ യൗസേപ്പ് ഈജിപ്തിലേക്ക് പോയി എന്നൊക്കെ എളുപ്പത്തിൽ അങ്ങ് വായിക്കുകയാണ്. അത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ഭീരുക്കൾ ഈജിപ്തിലേക്ക് പോകില്ല. കാരണം ഒന്ന്, ഇസ്രായേലിൻ്റെ സഹനത്തിൻ്റെ പീഡകളുടെ ഓർമ്മയുടെ മണ്ണാണ് ഈജിപ്ത്. ഇപ്പോഴും ഈജിപ്ത് ഈ പറയുന്ന സമയത്തും വെടിപ്പായൊരു സ്ഥലമല്ല. വിജാതീയ ദേവതകളെ പൂജിക്കുന്ന ഒത്തിരി അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ, അക്രമങ്ങൾ ഉള്ള സ്ഥലമാണ് ഈജിപ്ത്. ആ ഈജിപ്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവളെയും തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് യൗസേപ്പ് നടന്നു കയറണമെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അസാധ്യമായ ധൈര്യമുണ്ടായിരുന്നു. ദൈവത്തിൽ നോട്ടം പതിപ്പിച്ചവനെ ഭയപ്പെടുത്താൻ ഈ ഭൂമിയിൽ എന്തിനാണ് കഴിയുന്നത്? ആർക്കും ഒന്നിനും യൗസേപ്പിനെ പേടിപ്പിക്കാൻ കഴിയില്ല. സ്വർഗത്തിലുള്ളതിനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരാള്, ലോകത്തിന്, ജഡത്തിന് മരിച്ചു കഴിഞ്ഞ ആൾക്ക് പിന്നെ ധൈര്യമായിരിക്കും. ഇമ്മൻസ് എമൗണ്ട് ഓഫ് കറേജ് ആയിരിക്കും. യൗസേപ്പ് പിതാവ് സ്വർഗത്തിലുള്ളതല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം, യൗസേപ്പ് താതൻ്റെ ജീവിതം മുഴുവനായിട്ട് ഇറ്റ് വാസ് എൻറ്റയർലി ഓഫേർഡ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ സ്വർഗത്തിലുള്ളതിലേക്ക്, ദൈവികമായതിലേക്ക് നോട്ടമുറച്ച വ്യക്തിയായിരുന്നു യൗസേപ്പ്. എല്ലാം സുഖകരം എന്ന രീതിയിൽ പോകുമ്പോൾ കർത്താവിൻ്റെ അനുയായിയാകുക എളുപ്പമാണ്. പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നേരത്തും കർത്താവിൻ്റെ അനുയായിയായി നിൽക്കാൻ, ഇടറാതെ വീഴാതെ നിൽക്കാൻ ധൈര്യമുണ്ടാകണം. യൗസേപ്പ് പിതാവിന് എപ്പോഴും ആ ധൈര്യം, ആ തൻ്റെ ഇടം ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളുടെ ഇടയിലൊക്കെ ആ ധൈര്യം, തൻ്റെ ഇടം, മുന്നിട്ടിറങ്ങാൻ, ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ. ഫിയർ ഈസ് ബിക്കമിങ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇന്ന് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഭയമായിട്ട് മാറുന്നു. അരുത്. ക്രിസ്ത്യാനി, കർത്താവിനെ അനുഗമിക്കുന്നവൻ, യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടുന്നവൻ ഭയപ്പെടരുത്. ഇറ്റ്സ് മീ. കർത്താവ് പറയുന്നു, ഞാനാണ്, ഭയപ്പെടാതിരിക്കുക. ഭയം മൂലം വലയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ, അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അവരോട് പറ, ഭയപ്പെടാതിരിക്കുക, കർത്താവ് കൂടെയുണ്ട്.